പുതിയ ഏതെങ്കിലും മലയാളം മൂവീസ് റിലീസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീക്കെൻഡ് ആകുമ്പോൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത് പടത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ ഓട്ടപ്പാച്ചിൽ കാണുമ്പോൾ തന്നെ അറിയാം, പതിവ് പോലെ ഞാനും റോസും ലേറ്റ് ആയിട്ടാണ് തിയേറ്ററിലെത്തിയത്. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന സിനിമ വാഴ 2 ആണ് കേട്ടോ. നമ്മളെ വെയിറ്റ് ചെയ്ത് അരമണിക്കൂർ മുന്നേ പുറപ്പെട്ട് 2 പേര് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ചെന്നതിന് ശേഷം പോപ്കോണും അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നേരെ തിയേറ്ററിലേക്ക് പോയട്ടോ. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ നമ്മൾ ആട് 3 കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത ഭയങ്കര അടിപൊളി പടമായിരുന്നു കേട്ടോ. ആ സെയിം എക്സ്പെക്റ്റേഷനിലാണ് ഞങ്ങൾ വാഴ 2 കാണാൻ വേണ്ടിയിട്ട് വന്നത്. ഇനി മൂവീനെ പറ്റി പറയുമ്പോൾ വാഴ 2 എന്ന് പറയുന്ന ഒരു മൂവി ഫസ്റ്റ് ഹാഫ് ഫുള്ള് നമ്മൾ ഒത്തിരി ചിരിപ്പിച്ചു. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് അതിൽ കൂടുതൽ ചിന്തിപ്പിച്ചു, കരയിപ്പിച്ചു. അങ്ങനെ ഒരു ഫീൽ ഗുഡ് മൂവിയാണ് കേട്ടോ. ഇതുവരെ വാഴ 2 കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കണ്ടു നോക്കുക. തിയേറ്ററിൽ വെച്ച് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മൂവി കാണുന്ന സമയത്ത് അതിലെ സോങ്സ് എത്രത്തോളം നമ്മൾ ഹിറ്റ് ചെയ്തു എന്ന് അവിടെ ഇരുന്ന് കണ്ടവർക്കാണ് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം നമ്മളെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് വാഴ 2. അങ്ങനെ സിനിമയെല്ലാം കണ്ടിറങ്ങി എവിടെ പോകുന്ന അധികം ചിന്തിക്കേണ്ടി വന്നില്ല. നല്ല രാത്രി ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് നമ്മളെല്ലാവരും തീരുമാനിച്ചിട്ടോ. അപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഇന്നത്തെ മൂഡ് എന്തോ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പുറത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ ബമ്പിക്കുട്ടി വീഡിയോ കോൾ ചെയ്തത്. ബമ്പിക്കുട്ടീനെ കാണുമ്പോൾ തന്നെ എനിക്ക് അങ്ങനെ എൻ്റെ ഫുള്ള് മനസ്സ് നാട്ടിലേക്ക് പോകണം ഈ ഒരു ചിന്തയാണ്. പെട്ടെന്ന് തന്നെ പോകാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കാണ് ഒരു സീൻ കണ്ടത്. അതായത് ഒരു വാട്ടർ ടാങ്ക് മണ്ണിൽ പെട്ടിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പോകാൻ പറ്റാതെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഒരു നൂണിൽ ഓടുന്ന ചേട്ടൻ പുള്ളിയുടെ സമയം മാറ്റി വെച്ച് ഒരു അരമണിക്കൂറോളം ഒരു മൺവെട്ടി കൊണ്ട് ആ മണ്ണെല്ലാം മാറ്റി കൊടുത്ത് അവിടെ ഹെൽപ്പ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടോ. ന്യൂണെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു ഡെലിവറി ആപ്ലിക്കേഷൻ അതുപോലെയാണ്. അപ്പോൾ പുള്ളിയുടെ ജോലി മാറ്റി വെച്ച് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് എത്രയോ നല്ലൊരു മനുഷ്യനായിട്ട് തോന്നി അല്ലേ. അപ്പോൾ ബൈ.